ചില സിനിമകൾ നമ്മൾ അത്രമേൽ എനിക്ക് തോന്നുന്നു ഓം ശാന്തി ഓശാനൊക്കെ അതിനാണെന്ന് കേട്ടറിവാണ്. അപ്പം നമ്മൾ ചെയ്യാം എന്ന് വിചാരിച്ചിരുന്ന സിനിമകൾ നമ്മുടെ കൈവിട്ട് പോവുകയും പിന്നെ അത് ഹിറ്റാവുകയും അതുപോലെ തന്നെ നമ്മൾ ഹിറ്റാകും എന്ന് വിചാരിച്ച സിനിമകൾ ഫ്ലോപ്പ് ആവുകയും ചെയ്യുമ്പോൾ എങ്ങനെയാണ് ആ സിറ്റുവേഷൻസിനെയൊക്കെ സാന്ദ്ര പ്രൊഡ്യൂസർ എടുക്കുക? ഒരു വികാരവും ഇല്ല, ഒന്നും ഇല്ല എന്നതൊന്നും ചിന്തിക്കുക പോലും ഇല്ല. ഇല്ല എനിക്ക് അതൊന്നും ഇപ്പം ഓം ശാന്തി ഓശാന ഹിറ്റായ സമയത്ത് എനിക്കൊന്നും തോന്നില്ല. ഞാൻ അത് ഫസ്റ്റ് ഡേ തന്നെ തിയേറ്ററിൽ പോയി കണ്ട. എനിക്ക് അങ്ങനെ അത് അതിന്റെ കാര്യം കഴിഞ്ഞു. അങ്ങനെയൊന്നും എന്താ പറയുക, ഓ ഞാൻ എടുക്കണ്ടായിരുന്നല്ലോ, എനിക്ക് മിസ്സായി പോയില്ല, അതൊന്നുമില്ല. വേറെയും സിനിമകളുണ്ട്, വേറെയും പല സിനിമകളുണ്ട്. എനിക്കങ്ങനെ എനിക്കൊരു ഇതൊന്നും ഇപ്പം ശേഷം മൈക്കിൾ ഫാത്തിമ ഞാൻ എടുക്കാനിരുന്ന മൂവിയാണ്. അപ്പം ഞാനായിട്ട് ഉണ്ടാക്കി കൊണ്ടുവന്ന പ്രോജക്റ്റാണ്. അപ്പം അത് കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് പോയപ്പം അതിലെനിക്ക് വിഷമവും ഇല്ല, സന്തോഷവും ഇല്ല, എനിക്ക് അതിലൊന്നും ഒരു വികാരവും ഇല്ല. അതിലൊന്നും അങ്ങനെ എനിക്ക് തോന്നുന്നു അങ്ങനെ ഉള്ളിലേക്ക് എടുക്കാത്ത അതൊന്നും പ്രോജക്ട്സ് അല്ല ഞാൻ ഉള്ളിലേക്ക് എടുക്കുന്നത്. ഞാൻ വ്യക്തികളെയാ. ആ വ്യക്തി ഇപ്പം അതിൻ്റെ ഡയറക്ടർ ഇപ്പോൾ ശേഷം മൈക്കിൾ ഫാത്തിമ എന്ന് പറയുന്ന സിനിമയുടെ ഡയറക്ടർ മനു എൻ്റെ അടുത്തുനിന്ന് പോയപ്പോൾ എനിക്ക് ഭയങ്കര വിഷമായി. ഒരു 2 ദിവസം ഞാൻ ഡൗൺ ആയിപ്പോയി ഭയങ്കരമായിട്ട്. എനിക്ക് ആ പ്രോജക്റ്റ് അല്ല, എനിക്ക് ആ വ്യക്തിയായിരുന്നു ഇമ്പോർട്ടൻറ്റ്. അയാൾ നഷ്ടപ്പെട്ടതിലാണ് അതിലാണ് എനിക്ക് വിഷമം. അതേപോലെ തന്നെ ഓം ശാന്തി ഓശാനയുടെ കാര്യത്തിലാണ് വേറെയും സിനിമകളുണ്ട്, ഞാൻ ഇപ്പോൾ പേരെടുത്ത് പറയണില്ല. അപ്പോൾ ഇതിലൊക്കെ ഈ വ്യക്തികൾ നഷ്ടപ്പെടുന്നതിൽ മാത്രമേ എനിക്ക് വിഷമം ഉണ്ടാവാറുള്ളൂ. അല്ലാതെ സിനിമ പ്രോജക്റ്റ് നല്ല ഇപ്പം അങ്ങനെയാണെങ്കിൽ ഞാൻ അവിടുന്ന് പോകുന്നതിന് ശേഷമാണല്ലോ ആട് 2ഉം അങ്കമാലി ഡയറീസും ഒക്കെ ഇറങ്ങുന്നത്. അപ്പോൾ എനിക്കതിലൊന്നും ഒരു പ്രശ്നവും തോന്നിയിട്ടില്ല. എനിക്ക് സന്തോഷമേ ഉള്ളൂ. അതൊക്കെ നല്ലതായിട്ട് പെർഫോം ചെയ്യുന്ന കാണുമ്പോൾ നമ്മുടെ തന്നെ കമ്പനിയുടെ സിനിമകളാണല്ലോ, അപ്പോൾ അത് സന്തോഷമേ ഉള്ളൂ എനിക്ക്.